പഠിക്കാനായിട്ട് പോകുന്നത് ആർട്സ് ആൻഡ് കൾച്ചർ ആണ്. അപ്പോൾ ആർട്സ് ആൻഡ് കൾച്ചറിലും ഓർബിറ്റലിലും സെയിം ന്യൂസ് ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അതൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ അടുത്തിടെ അന്തരിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നോക്ക് വിദ്യ പാവകളി. ഏതാണ്? അടുത്തിടെ അന്തരിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നോക്ക് വിദ്യ പാവകളിയാണ്. ഓണം തുള്ളൽ എന്നറിയപ്പെട്ടിരുന്ന കലാരൂപത്തെ നോക്കുവിദ്യ പാവകളിയാക്കി ഫ്രാൻസിൽ വരെ എത്തിച്ച വ്യക്തിയാണ് ആര്? ഈ പറയുന്ന മൂഴിക്കൽ പങ്കജാക്ഷി. ഓക്കെ, പുള്ളിക്കാരി അടുത്തിടെ അന്തരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് നോക്കി വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കേരളത്തിൽ ഇന്ത്യൻ പോസ്റ്റിന്റെ പെർമനന്റ് പിക്ചറൽ ക്യാൻസലേഷൻ നേടിയ 4ാമത്തെ ക്ഷേത്രം ഏതാണെന്നോ അല്ലെങ്കിൽ 43ാമത്തെ സാംസ്കാരിക സ്മാരകം ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. പഠിച്ചു വെച്ചേക്ക്. ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രം 4ാമത്തെ ക്ഷേത്രം അല്ലെങ്കിൽ 43ാമത്തെ സ്മാരകമാണ്. അപ്പം 4ാമത്തെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ബാക്കി 3 ഒന്ന് നോക്കി വെച്ചേക്ക. ശബരിമല, ഗുരുവായൂർ, മധൂർ ക്ഷേത്രം. ഏതൊക്കെയാണ്? ശബരിമല, ഗുരുവായൂർ, മധൂർ ക്ഷേത്രം. പിന്നെ ഏതാണ്? നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഓക്കെ, അപ്പോൾ ഈ മധൂർ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റിന്റെ പെർമനന്റ് പിക്ചറൽ ക്യാൻസലേഷൻ നേടിയ 4 ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഏതൊക്കെയാണ്? ശബരിമല, ഗുരുവായൂർ, മധൂർ, പത്മനാഭസ്വാമി ക്ഷേത്രം. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ തന്നെ എന്താണ്? ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അരുൺ ഉമ്മനാണ്. ആരാണ്? അരുൺ ഉമ്മനാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷം വന്ന പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഗസയിലെ കുട്ടികൾ. ആരാ എഴുതിയത്? ടി പത്മനാഭൻ. ആരാണ്? ഗസയിലെ കുട്ടികൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ടി പത്മനാഭനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നൊരു ബുക്ക് അടുത്തിടെ പ്രസിദ്ധീകരിച്ചു. ആരാണ്? പ്രശാന്ത് നായർ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞാൽ ആയുരാരോഗ്യ സൗഖ്യം ആരാണ്? അരുൺ ഉമ്മനാണ്. ഗസയിലെ കുട്ടികൾ നമ്മുടെ ടി പത്മനാഭനാണ്. ഇനി നമ്മുടെ മലയാളി മെമ്മോറിയൽ എഴുതിയതാരാണ്? പ്രശാന്ത് നായർ. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ ആരുടെ ബുക്കാണ്? ബിജു പ്രഭാകറിന്റെ ബുക്കാണ് നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ. ഇനി ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കണേ. അപ്പോൾ ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ്? കെ സച്ചിദാനന്ദൻ്റെ ആണ്. ഗസയിലെ കുട്ടികൾ ആരുടേതാണ്? ടി പത്മനാഭൻ്റെ ആണ്. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ്? കെ സച്ചിദാനന്ദൻ്റെ ആണ്. ഓക്കെ, ഇനി മദർ മേരി കംസ് ടു മീ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. മദർ മേരി കംസ് ടു മീ ആരുടേതാണ്? അരുന്ധതി റോയുടെ ആണ്. അരുന്ധതി റോയുടെ ഓർമ്മക്കുറിപ്പാണ് കേട്ടോ. അരുന്ധതി റോയ് തൻ്റെ അമ്മയെ പറ്റി എഴുതിയ ബുക്കാണ് മദർ മേരി കംസ് ടു മീ. ഇനി നമ്മുടെ ഇന്ത്യാസ് ഫസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് ആരാണ് എഴുതിയത്? കെ അറുമുഖം. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഗോൾഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? കെ അറുമുഖമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഗോസ്റ്റ് ഐ ആരെഴുതിയത്? അമിതാഭ് ഘോഷ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഗോസ്റ്റ് ഐ എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ്? അമിതാഭ് ഘോഷിൻ്റെ ആണ്. ഇനി നിയോഗം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് രമേശ് ചെന്നിത്തലയാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആയുരാരോഗ്യ സൗഖ്യം ആരുടേതാണ്? അരുൺ ഉമ്മൻ്റെ ആണ്. ഗസയിലെ കുട്ടികൾ ആരുടേതാണ്? ടി പത്മനാഭൻ്റെ ആണ്. അതുപോലെ മദർ മേരി കംസ് ടു മീ ആരുടെയാണ്? അരുന്ധതി റോയുടെ ആണ്. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ ബിജു പ്രഭാകർ. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ ആരുടെയാണ്? കെ സച്ചിദാനന്ദൻ്റെ ആണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തിടെ 50ാം വാർഷികം ആചരിച്ച ഒരു കൃതിയാണ് അല്ലെങ്കിൽ ഒരു നോവലാണ് ഏത്? അഗ്നിസാക്ഷി എന്ന് പറയുന്നത്. അടുത്തിടെ അഗ്നിസാക്ഷിയുടെ 50ാം വാർഷികം ആചരിച്ചു. ആരാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവൽ എഴുതിയത്? ലളിതാംബിക അന്തർജനമാണ്. അപ്പം നമ്മുടെ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും നോവലാണ് അഗ്നിസാക്ഷി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം? ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഏക നോവൽ എന്നൊക്കെ പറഞ്ഞ ഏതാണ്? അഗ്നിസാക്ഷിയാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഈ അഗ്നിസാക്ഷി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1976 പണ്ടത്തെ നോവലുകളൊക്കെ നമ്മുടെ മാഗസിൻസ് ഒക്കെ വഴി അല്ലെങ്കിൽ പത്രങ്ങളൊക്കെ വഴി പങ്ക്തികളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. പിന്നെ ഇത് പുസ്തകമായത് 1977. ഓക്കെ, അപ്പോൾ നമ്മുടെ അഗ്നിസാക്ഷി ഒരു പുസ്തകമായിട്ട് പുറത്തിറങ്ങിയത് എന്നാണ്? 1977.
അതേ വർഷം തന്നെ ആദ്യത്തെ വയലാർ അവാർഡ് എന്തിന് കിട്ടി? അഗ്നിസാക്ഷി എന്ന് പറയുന്ന ഈ ഒരു നോവലിന് കിട്ടി. പിന്നീട് എന്തൊക്കെ കിട്ടി? കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഓടക്കുഴൽ പുരസ്കാരവും ഒക്കെ അഗ്നിസാക്ഷിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഒന്ന് നോക്കി വെച്ചേക്കാം. പത്രത്തിൽ വന്ന കഥാപാത്രങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്തുണ്ട്. എന്നാലും പത്രത്തിൽ വന്നത് തേതിക്കുട്ടിയും തങ്കമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. തേതിക്കുട്ടി അല്ലെങ്കിൽ തങ്കം, ഇതൊക്കെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? അഗ്നിസാക്ഷിയിലെ കഥാപാത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 വർഷമാണ് അല്ലെങ്കിൽ 50ാമത്തെ വാർഷികമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എക്സാമിന് അഗ്നിസാക്ഷിയുടെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ലളിതാംബിക അന്തർജനത്തിനെ പറ്റിയുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആ പുള്ളിക്കാരിയെ പറ്റി നല്ല രീതിയിലൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോകവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ലോകവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ ഉഷ്ണതരംഗം ഉണ്ടായപ്പം അടച്ചുപൂട്ടിയ ഒരു ആണവ നിലയമുണ്ട്. ഏതാണ് അതിൻ്റെ പേര്? പാക്സ്. എന്താണ്? ഉഷ്ണതരംഗം കാരണം അടച്ചുപൂട്ടിയ ആണവ നിലയാണ് പാക്സ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹംഗറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹംഗറിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പാക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുപോലെ നമ്മുടെ നൗറുവിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. എന്താണ് മാറ്റിയത്? റിപ്പബ്ലിക് ഓഫ് നവോറോ എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നൗറു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് ഇപ്പം എന്താക്കി മാറ്റി? റിപ്പബ്ലിക് ഓഫ് നവോറോ എന്നാക്കി മാറ്റി. ഈ പുനർനാമകരണം ചെയ്തതുകൊണ്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റിക് ജി ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. നമ്മൾ നൗറുവിനെ പറ്റി മുന്നേ പഠിച്ചിട്ടുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ 3ാമത്തെ രാജ്യമാണ് ഏത്? നൗറു കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പുതിയതൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അത് 3ാമത്തെ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പം ലോകത്തിലെ 3ാമത്തെ ചെറിയ രാജ്യമാണ് നൗറു. അതുപോലെ തന്നെ ഏത് സമുദ്രത്തിലാണ് നൗറു സ്ഥിതി ചെയ്യുന്നത്? പസഫിക് സമുദ്രത്തിലാണ് നൗറു എന്ന് പറയുന്ന ദ്വീപരാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെച്ചേക്കുക. അപ്പം നൗറുവിൻ്റെ പുതിയ പേരെന്താണ്? റിപ്പബ്ലിക് ഓഫ് നവോറോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. മിഷൻ ക്ലൗഡഡ് പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. മേഘം എന്ന് പറയുമ്പോൾ ക്ലൗഡ് അല്ലേ, അപ്പോൾ ആ ക്ലൗഡ് വെച്ച് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ക്ലൗഡ് ലെപ്പാഡൊക്കെയാണ് പറഞ്ഞത്, അതിനെ പറ്റിയുള്ള പദ്ധതിയാണ്. നമുക്കതൊന്നും വേണ്ട, ജസ്റ്റ് ക്ലൗഡഡ് എന്ന് പറയുമ്പോൾ ക്ലൗഡ് മേഘം അങ്ങനെ കണക്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ മിഷൻ ക്ലൗഡഡ് പദ്ധതി എവിടെയാണ്? മേഘാലയയിലാണ് ആരംഭിച്ചത്. ഇനി സൗരോർജ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. അമേരിക്കയെ മറികടന്നുകൊണ്ടാണ് സൗരോർജ വിപണിയിൽ നമ്മുടെ ഇന്ത്യ 2ാം സ്ഥാനത്ത് എത്തിയത് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റ് വല്ലതും ഉണ്ടോ? ഉണ്ട്. കേരളമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ ആദ്യത്തെ നിലക്കടല ഗ്രാമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം കേരളത്തിലെ ആദ്യത്തെ നിലക്കടല ഗ്രാമം ഏതാണ്? എലപ്പുള്ളി, പാലക്കാട്. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിലക്കടല കിട്ടുമ്പോൾ ഒരു ഇലക്കകത്തിട്ട് കഴിക്കുന്നതായിട്ട് വല്ലതും ആലോചിക്കുക. അപ്പം എന്താണ് നിലക്കടല? എലപ്പുള്ളി. ഒരു ഇലയിൽ കുറേ നിലക്കടല എടുത്തിടുമ്പം അതിൽ പുള്ളി വന്ന് കണക്ക് കിടക്കുന്നെന്ന് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം കേരളത്തിലെ ആദ്യത്തെ നിലക്കടല ഗ്രാമം ഏതാണ്? എലപ്പുള്ളി, പാലക്കാട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കിതൂർ പക്ഷി സങ്കേതം അല്ലെങ്കിൽ പക്ഷി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുമ്പള, കാസർഗോഡ്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഇടം നേടിയ കിതൂർ പക്ഷി ഗ്രാമം അതെവിടെയാണ്? അത് കുമ്പള, കാസർഗോഡാണ്. പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മുടെ ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഷൊർണൂർ, പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ മ്യൂസിയം എവിടെയാണ് വന്നത്? ഷൊർണൂർ, പാലക്കാടാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ? നിലക്കടല ഗ്രാമം, എലപ്പുള്ളി, പാലക്കാട്. ഇപ്പം പറഞ്ഞ എന്താണ്? മെക്കാനിക്കൽ മ്യൂസിയം. ദക്ഷിണ റെയിൽവേയുടെ മെക്കാനിക്കൽ മ്യൂസിയം എവിടെയാണ്? ഷൊർണൂർ, പാലക്കാട്. ഇനി നമ്മൾ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കറണ്ട് അഫയേഴ്സ് പഠിച്ചായിരുന്നല്ലോ. എന്താണ്? ബഹിരാകാശത്ത് പോയ ആദ്യത്തെ മലയാളി പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള ആരാണ്? അനിൽ മേനോനാണ്. ജസ്റ്റ് കണക്ട് ചെയ്ത് ഓർത്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. PSC എക്സാംസിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് പദ്ധതികൾ അല്ലേ. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ
വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ പദ്ധതി. അപ്പോൾ ഇത് സ്ത്രീകൾക്കുള്ള പദ്ധതിയാണ് അല്ലേ. എന്തിനു വേണ്ടിയാണ്? വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സ്ത്രീ സൗഹൃദവും സ്ത്രീ സുരക്ഷയൊക്കെ ഉറപ്പാക്കുന്നതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ. ഓക്കെ, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള സംരംഭകർക്ക് കേരളത്തിൽ അവർക്ക് പലിശാരഹിത വായ്പ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രിയദർശിനി. എന്താണ്? പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകളായിട്ടുള്ള സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകാൻ വേണ്ടി നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ത്? പ്രിയദർശിനി. ഈ പ്രിയദർശിനി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പുതിയ സൗജന്യ ബസ് യാത്രയായിരിക്കും കൂടുതൽ അറിയുന്നത് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മുടെ എന്താണ് പ്രിയദർശിനി? അതൊരു വായ്പാ പദ്ധതി കൂടിയാണ്. ആർക്കുള്ളതാ? പട്ടികജാതി പട്ടികവർഗ സ്ത്രീകൾക്കുള്ളതാണ്. ഓക്കെ, എല്ലാ സ്ത്രീകൾക്കും ഇല്ല. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീ സംരംഭകർക്ക് വായ്പ പലിശരഹിതമായിട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രിയദർശിനി. ഇനി വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടി കുടുംബശ്രീ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? അല്ലെങ്കിൽ ക്യാമ്പയിൻ്റെ പേരാണ് ഉയരെ. അപ്പം എന്താണ്? വരുമാനദായകമായിട്ടുള്ള തൊഴിൽ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം കൂട്ടാൻ വേണ്ടി കുടുംബശ്രീ കൊണ്ടുവന്ന ക്യാമ്പയിനാണ് ഉയരെ. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് ബസ് യാത്ര അനുവദിച്ചിട്ടുണ്ട് അല്ലേ. KSRTCയിൽ സൗജന്യമായിട്ട് ബസ് യാത്ര കൊടുക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരെന്തായിരുന്നു? അതും പ്രിയദർശിനിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രിയദർശിനി പഠിക്കുമ്പോൾ റിലേറ്റ് ചെയ്തിട്ട് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ആന്ധ്രാപ്രദേശിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകിയ പദ്ധതി ഏതാണ്? സ്ത്രീ ശക്തി പദ്ധതിയാണ്. പഠിച്ചു വെച്ചേക്കണം. ആന്ധ്രാപ്രദേശിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്ത പദ്ധതിയുടെ പേരെന്താണ്? സ്ത്രീ ശക്തി. ഇതേ കണക്ക് നമ്മുടെ കർണാടകത്തിലും കൊടുത്തിട്ടുണ്ട്. കർണാടകത്തിൽ കൊടുത്ത പദ്ധതിയുടെ പേരാണ് ശക്തി. ഓക്കെ, കർണാടകത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്ത പദ്ധതിയാണ് ശക്തി പദ്ധതി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്തു എന്നൊരു റെക്കോർഡ് ഈ കർണാടകയിലെ ശക്തി പദ്ധതി സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആന്ധ്രാപ്രദേശിലെ പദ്ധതിയാണ് സ്ത്രീ ശക്തി, കർണാടകയിലെയാണ് ശക്തി, കേരളത്തിലാണ് പ്രിയദർശിനി. ഓക്കെ, അതുപോലെ തന്നെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഡൽഹിയിലെ പദ്ധതിയാണ് സഹേലി സ്മാർട്ട് കാർഡ്. ഓക്കെ, സഹേലി സ്മാർട്ട് കാർഡ്. ഇത്രയും പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ ആന്ധ്രാപ്രദേശിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്തത് സ്ത്രീ ശക്തിയാണെന്ന് പറഞ്ഞു. ഇനി അവിടെ തന്നെ ഭിന്നശേഷിക്കാർക്കും സൗജന്യ ബസ് യാത്ര കൊടുക്കുന്നുണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശിൽ ഭിന്നശേഷിക്കാർക്കും സൗജന്യ ബസ് യാത്രയാണ്. ആ പദ്ധതിയുടെ പേരാണ് ദിവ്യാംഗ് ശക്തി. എന്താണ്? ദിവ്യാംഗ് ശക്തി. അപ്പോൾ നമ്മൾ കുറച്ച് പദ്ധതികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓർത്ത് വെച്ചേക്കുക. ഇതെല്ലാം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. ഓക്കെ, ഇത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനും ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി ഓഫ് തൃശ്ശൂരും ചേർന്ന് സംഘടിപ്പിച്ച വുമൺ വെൽനസ് ഇനിഷ്യേറ്റീവിൻ്റെ ആർത്തവ വിരാമ ബോധവൽക്കരണ പദ്ധതി അല്ലെങ്കിൽ പരിപാടിയുടെ പേരാണ് പൂർണ്ണ. ഓക്കെ, ആർത്തവ വിരാമ പരിപാടിയാണ് ഇത് പൂർണ്ണ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുമ്പം നമ്മൾ അടുത്തിടെ നമ്മുടെ ഈ ഒരു ആർത്തവവുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലിങ്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർത്തവ ശുചിത്വം ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശമാണെന്ന് കോടതി പറഞ്ഞു അല്ലേ. അത് ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 21 ആണ്. ജീവിക്കാനുള്ള അവകാശത്തിലാണ് എന്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്? ആർത്തവ ശുചിത്വം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ഏത് കേസാണ്? ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2026 കേസിലാണ് നമ്മുടെ ആർട്ടിക്കിൾ 21 എന്തിനെ ഉൾപ്പെടുത്തിയത്? ആർത്തവ ശുചിത്വം ഉൾപ്പെടുത്തിയത്. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അതുപോലെ ആർത്തവ വിരാമ കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിന് പിന്തുണ നൽകാൻ വേണ്ടി കർണാടക സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഋതു താരൈ. ഓക്കെ, ഋതു താരൈ. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് തമിഴ്നാടാണെന്നൊക്കെ തോന്നും, പക്ഷേ ഏതാണ്? കർണാടകയാണ് കേട്ടോ. അപ്പം ആർത്തവ വിരാമ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്ക് പിന്തുണ നൽകാൻ വേണ്ടി കർണാടക സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഋതു താരെ. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. എന്താണ് മൈ പോലീസ് സ്റ്റേഷൻ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആർത്തവ വിരാമ കാലഘട്ടത്തിൽ
സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ ഒരു വേദന അതിന് പിന്തുണ നൽകാൻ വേണ്ടി കർണാടകത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ഋതു താരൈ പദ്ധതി. ഇനി മൈ പോലീസ് സ്റ്റേഷൻ എന്താണ്? കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ ജനസൗഹൃദമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഇന്ന് പഠിച്ച സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഈ പദ്ധതികളെല്ലാം നമ്മുടെ സിലബസിലെ സിവിക്സ് എന്ന് പറയുന്ന സിലബസ് പാർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിലെ സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പദ്ധതികളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. യുവാക്കളുടെ ലഹരി ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്. നാശമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ. കുറച്ച് വലിയൊരു പേരാണ്, എന്നാലും വലിയ കാര്യമൊന്നുമില്ല. നാശമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ എന്നതാണ് എന്തിൻ്റെ പദ്ധതി? ലഹരി ഉപയോഗം തടയാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? നാശമുക്ത് യുവ. ജസ്റ്റ് അത്രയെങ്കിലും ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇത് എവിടെയാണ് ആരംഭിച്ചത്? കാശിയിലാണ് ആരംഭിച്ചത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ലഹരി ഉപയോഗം തടയാൻ വേണ്ടി മറ്റൊരു ഓപ്പറേഷൻ കൊണ്ടുവന്നല്ലോ. ഇപ്പം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ അല്ലേ? തൂഫാൻ, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. കേരളത്തിൽ കൊണ്ടുവന്ന ഓപ്പറേഷനാണ് എന്ത്? ഓപ്പറേഷൻ തൂഫാൻ. നമ്മുടെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? നാശമുക്ത് യുവ. ഓക്കെ, ഇനി കേരളത്തിൻ്റെ തീരദേശ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ സമുദ്ര. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കേരളത്തിൻ്റെ തീരദേശ സമ്പദ് വ്യവസ്ഥ അതിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ സമുദ്ര. നമ്മൾ ഇന്ന് സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കറണ്ട് അഫയേഴ്സ് പഠിച്ചല്ലേ? ഇതെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് പഠിച്ചു വെച്ചേക്കുക. എന്താണ് സമുദ്രമന്ഥൻ? ഒന്ന് ഓർത്തു നോക്കുക. സമുദ്രമന്ഥൻ എന്തായിരുന്നു? അതുപോലെ തന്നെ സമുദ്രപ്രതാപ്, ഇതൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചതാണ് അല്ലേ? സമുദ്രപ്രതാപ് ഇതൊക്കെ എന്തായിരുന്നു എന്ന് ഓർത്തു നോക്കുക. നിങ്ങൾ നോട്ട് എഴുതുമ്പോഴും വലിച്ചു വാരി നോട്ടൊന്നും എഴുതണ്ട. എന്താണ് പഠിച്ചത്? നിനക്ക് സമുദ്രമന്ഥൻ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് സമുദ്രമന്ഥൻ എഴുതി വയ്ക്കുക. അടുത്തൊരു പോയിന്റ് ആയിട്ട് സമുദ്രപ്രതാപ്, അടുത്തൊരു പോയിന്റ് ആയിട്ട് മിഷൻ സമുദ്ര. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ഈ ഒരു പോയിന്റ് നോക്കിയിട്ട്, ഈ ഒരു വാക്ക് നോക്കിയിട്ട് എന്തായിരുന്നു പഠിച്ചതെന്നൊന്ന് ഓർത്തു നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അന്നപൂർണി സുബ്രഹ്മണ്യം ആരാണ്? നമ്മുടെ 2024 കോസ്പാർ വിക്രം സാരാഭായി മെഡൽ നേടിയ വ്യക്തിയാണ് ആര്? അന്നപൂർണി സുബ്രഹ്മണ്യം. 2024 കോസ്പാർ വിക്രം സാരാഭായി മെഡൽ നേടിയ വ്യക്തിയാണ് അന്നപൂർണി സുബ്രഹ്മണ്യം. ഓക്കെ, ഈ ഒരു അവാർഡിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു മെഡലിൻ്റെ പ്രത്യേകത എന്താണ്? വിക്രം സാരാഭായി, ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടി. വിക്രം സാരാഭായിയോടുള്ള ആദര സൂചകമായിട്ടാണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വിക്രം സാരാഭായി എന്നാണ് കേട്ടോ. വിക്രം സാരാഭായിയോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത്. ഇത് നമ്മുടെ വിക്രം സാരാഭായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യ കൊടുക്കുന്നതാണ്, ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നതാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് അന്താരാഷ്ട്ര പുരസ്കാരമാണ് എന്ന് അറിഞ്ഞു വെച്ചേക്കുക. അന്താരാഷ്ട്ര തലത്തിലാണ് നമ്മൾ ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത്. അപ്പം ഈ പറയുന്ന കോസ്പാർ വിക്രം സാരാഭായി പുരസ്കാരം ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ്. ഈ പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? അന്നപൂർണി സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പോൾ ഇത്തവണ കിട്ടിയത് ആദ്യത്തെ വനിതയ്ക്കാണ്, ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. എന്നാൽ ഈ മെഡൽ നേടുന്ന 4ാമത്തെ ഇന്ത്യക്കാരെയാണ് ആര്? നമ്മുടെ അന്നപൂർണി സുബ്രഹ്മണ്യം. ഓക്കെ, 4ാമത്തെ ഇന്ത്യനാണ്, 1ാമത്തെ ഇന്ത്യൻ വനിതയാണ്. പഠിച്ചു വെച്ചേക്കുക. ഇനി ആരാണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത്? നമ്മുടെ ISROയും കോസ്പാറും ചേർന്നിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. കോസ്പാർ വിക്രം സാരാഭായി പുരസ്കാരം ആർക്ക് കിട്ടി? അന്നപൂർണി സുബ്രഹ്മണ്യത്തിന് കിട്ടി. ISROയും കോസ്പാറും ചേർന്നിട്ടാണ് കൊടുക്കുന്നത്. ഈ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അന്നപൂർണി സുബ്രഹ്മണ്യം, 4ാമത്തെ ഇന്ത്യനുമാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് കുറച്ച് അപ്പോയിൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ വന്ന പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ്? ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്ത ആദ്യ മലയാളി ആരാണ്? ലാവണ്യ മുണ്ടയൂരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ
പുതിയ ചെയർമാൻ ആൻഡ് MD ആരാണ്? ലാവണ്യ മുണ്ടയൂരാണ്. എന്താ പ്രത്യേകത? ഈ ഒരു സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ്? വർഷ അശോക് അംഗ്ലാവയാണ്. നമ്മൾ ജിയോളജിക്കൽ സർവേ എന്താണ്? കൂടുതലും കാലാവസ്ഥയല്ലേ. അപ്പോൾ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മഴയല്ലേ ഓർക്കുക. അപ്പം മഴയുടെ പര്യായമാണ് വർഷ അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ആരാണ്? വർഷ. അത്രയെങ്കിലും ഓർത്ത് വെച്ചേക്കാം. 4 ഓപ്ഷൻ നമുക്കുണ്ടല്ലോ. അപ്പോൾ വർഷ അശോക് അഗ്ലാവയാണ്. അതുപോലെ തന്നെ 54ാമത്തെ ഡയറക്ടർ ജനറലാണ് ഇവർ കേട്ടോ. അപ്പോൾ ആദ്യത്തെ വനിതയാണ് 54ാമത്തെ ഡയറക്ടർ ജനറലുമാണ്. ഇനി നമ്മുടെ നീതി ആയോഗിന് പുതിയ CEO വന്നിട്ടുണ്ട്. ആരാണ്? അനുരാഗ് ജെയിൻ. ഓക്കെ, നീതി ആയോഗിൻ്റെ പുതിയ CEO ആണ് ആര്? അനുരാഗ് ജെയിൻ. പഠിച്ചു വെച്ചേക്കുക, അനുരാഗ് ജെയിൻ. ഇനി നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ മാറിയിട്ടുണ്ട്. പഠിച്ചു വെച്ചേക്കുക. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ അപ്പോയിൻമെൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഹർജിത് സിംഗ് ഗ്രവാൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമുക്ക് സിലബസിൽ പറഞ്ഞേക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ, നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പിക്കായിട്ട് എടുത്തു വെച്ച് പഠിക്കണം. ഇങ്ങനെ ഒരു മാറ്റം വന്നേക്കുന്നത് കൊണ്ട് ചിലപ്പം PSC എക്സാമിന് ന്യൂനപക്ഷ കമ്മീഷനെ പറ്റിയുള്ള ചോദ്യം കാണും. 4 ഓപ്ഷൻസ് കാണും, അല്ല 4 സ്റ്റേറ്റ്മെൻറ്റ് കാണും. 4 സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും പുതിയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ഹർജിത് സിംഗ് ഗ്രവാൾ എന്ന് കൊടുത്തേക്കുന്നത്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ പറ്റി ചോദിക്കുക. അപ്പോൾ ആ ഒരു ടോപ്പിക്കായിട്ട് തന്നെ അതെടുത്ത് വെച്ച് പഠിക്കുക. അതുപോലെ നീതി ആയോഗിൻ്റെ CEO മാറിയത് കൊണ്ട് നീതി ആയോഗിനെ പറ്റിയുള്ള ചോദ്യങ്ങളും വരാം. അതും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത് രണ്ടും സ്റ്റാറ്റിക് GK ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 2 ഏരിയാസാണ്, നീതി ആയോഗും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും. ഓക്കെ അല്ലേ? അപ്പം ലാവണ്യ മുണ്ടയൂർ ആരാണ്? നമ്മുടെ ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറാണ് അല്ലേ. അതുപോലെ ആദ്യത്തെ മലയാളിയാണ്. ഇനി വർഷ അശോക് അഗ്ലാവെ ആരാണ്? നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലാണ്. നീതി ആയോഗിൻ്റെ CEO ആരാണ്? അനുരാഗ് ജെയിൻ ആണ്. ആരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഹർജിത് സിംഗ് ഗ്രവാൾ ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അവസാനത്തെ ടോപ്പിക്കാണ് ഡേയ്സ് ആൻഡ് തീംസ്. ഇതിൽ നമുക്ക് ഇന്ന് ഡേയ്സ് മാത്രമേ പഠിക്കാനുള്ളൂ, തീംസ് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം ഓഗസ്റ്റ് 3 പ്രത്യേകത എന്താണ്? ദേശീയ അവയവദാന ദിനമാണ്. ദേശീയ അവയവദാന ദിനം അല്ലെങ്കിൽ ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം എന്നാണ്. ഓഗസ്റ്റ് 3 നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാർട്ടൊക്കെ വരയ്ക്കാറില്ലേ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ ഇത് 3 പോലെ ഇരിക്കുകയല്ലേ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓഗസ്റ്റ് 3 ഹൃദയം മാറ്റിവെക്കൽ ദിനമാണ്. ഇനി ഓഗസ്റ്റ് 7 പ്രത്യേകത എന്താണ്? നാഷണൽ ജാവലിംഗ് ത്രോ ദിനമാണ് അല്ലെങ്കിൽ ദേശീയ ജാവലിംഗ് ത്രോ ദിനമാണെന്ന്. ഓഗസ്റ്റ് 7 ഈ 2 ഡേയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.